സോ എല്ലാവർക്കും ബ്രോസ്റ്റേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമാശമാരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണ ഒരു തമിഴ് മൂവിയാണ്. ഫ്രീഡം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ നായകനെത്തുന്ന ശശികുമാർ എന്ന് പറയുന്ന ഒരു ആളാണ്. സോ ഈ ഒരാളെപ്പറ്റി പ്രത്യേകിച്ച് വിവരിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്നുമില്ല. പക്ഷേ പുള്ളിയുടെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് തമിഴ് സിനിമകളുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ടൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റാനില്ല. ഒരുപാട് സിനിമകളുള്ളൊരു നായകനാണ്. സോ എന്തായാലും നമുക്ക് ആ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഫ്രീഡം എന്നാണ് സിനിമയുടെ പേര്. സോ എന്തായാലും ഈ സിനിമയെപ്പറ്റി ഞാൻ വലുതായിട്ടൊന്നും കേട്ടിട്ടില്ല. ജിബ്രൻ, അതായത് നമ്മളെ നമ്മൾ വലിമയൻ, അതേത് പടം, മറ്റേ ഒരു അജിത്ത് മറ്റേ ബാങ്കിനകത്ത് ഇറങ്ങി കൊള്ളയടിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, എൻ്റെ പേരും തുനിവ്, ആ സിനിമയിലെ മ്യൂസിക് ചെയ്ത പുള്ളിയാണ്. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആരാണെന്ന്. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. നിങ്ങൾ യൂസ് ചെയ്തോ ഹെഡ്ഫോൺസ്? ഓക്കെ, അജയനെ വിളിക്കണം. பாண்டியன் எங்கட பாட்டி சொல்லுவா, ராவணன் சீதையை கடத்தினதால தான் இலங்கை சபிக்கப்பட்ட பூமி ஆயிட்டா. ஒருவேளை ராமாயணம் என்றொன்று நடக்காம இருந்திருந்தா நாங்கள் எல்லாம் அகதியா அலைஞ்சிருக்க மாட்டோமல்லோ மாறா. கடந்த 6 மாசத்துல இந்தியாவுக்குள்ள வந்த அகதிகளை எல்லாம் கைது பண்ணணும். எதுக்கு சார் தள்ளுறீங்க? நாங்களும் மனுஷர் தானே. தப்பு பண்ணவங்களை பிடிக்காமல் எங்களை ஏன் சாகடிக்க பாக்குறீங்க? நம்மள மனுஷங்களாவே அவங்க நினைக்கலையே ஐயா. நீ அவனை கொல்லு. ഒരു ഫ്രീഡം ഫൈറ്റ് മൂവി, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു മൂവിയാണെന്ന് തോന്നുന്നത്. സത്യശിവ விசாரணை அவ்வளோ சீக்கிரத்தில் முடியாது. என்ன செத்தது சாதாரண ஆள் இல்லை, எக்ஸ் பிரைம் மினிஸ்டர். മിക്കവാറും கண்டிப்பா வந்துருவாருமா. சாப்பிடறதுக்காக போய் சொல்வி, அப்படி இல்லைல்ல? இல்லம்மா. 15 ജൂലൈ. ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. 3-4 ദിവസമാണോ? ഇന്ന് എത്രാം തീയതി? ഇന്ന് 5 ഇനി 5 ദിവസം. സോ എന്തായാലും എന്ത് പറയാനാ, മൂവിയുടെ കൺസെപ്റ്റ് വേറെ ഒന്നുമില്ല. അതിൽ പറയുന്നതിനുണ്ട് പ്രൈം മിനിസ്റ്റർ. എനിക്ക് തോന്നുന്നു ഇതൊരു കേട്ടൊരു സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് നമ്മളെ പ്രൈം മിനിസ്റ്റർ മരണപ്പെട്ട അതിൽ നമുക്കൊരു ഡീകോഡിങ് പോലെ ജസ്റ്റ് എന്താണ് മനസ്സിലാകുന്നുള്ള രീതിയിൽ ഞാൻ പറയണതാണ്. അതായത് അതിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ മരണപ്പെട്ട് അത് കാരണം ഈയൊരു ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇവർ തമിഴ്, എനിക്ക് തോന്നുന്നു ശ്രീലങ്കൻ തമിഴ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു രാമായണത്തിലെ മറ്റേ ആ ഒരു പാലത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും എന്താണെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു അവിടെ നിന്ന് വന്നവരായിരിക്കാം, ഈ ഇന്ത്യയിലോട്ട് വന്നതായിരിക്കാം. സോ അതിനുശേഷം ഇങ്ങനൊരു മരണം നടക്കുന്നതിന് ശേഷം ഇവർ മിക്കവാറും ഇനി പിടിച്ചു വെക്കുന്നതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനത് കണ്ട സ്ഥിതിക്ക് ഒന്ന് പറഞ്ഞതാണ്. സംഭവം നൈസായിട്ട് നല്ല ട്രെയിലർ ആട്ടോ. ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പടം നല്ലൊരു സ്ക്രീൻ പ്ലേ വൈസ് നമ്മളെ ജയ്ഭീമൊക്കെ പോലെ സ്ക്രീൻ പ്ലേ വൈസും ഡയലോഗ് വൈസും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തരാൻ സാധിച്ച ഈ ഒരു സിനിമ എന്തായാലും കയറി കൊളുത്തും. സോ ഇത് വലിയ ഹൈപ്പൊന്നും ഇല്ലാത്തൊരു മൂവിയാണ്. ഞാൻ തന്നെ ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോഴാണ് കണ്ടത്, അല്ലാണ്ട് ഇതൊന്നും ഞാനും ഫോളോ അപ്പ് ചെയ്ത് അറിഞ്ഞിട്ട് കൂടിയില്ല. സോ എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നും കൂടെ എനിക്ക് അറിയണം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.